ഐ ഫെൽ ദറ്റ് ബ്രോ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരാൾ കൂടെ വേണമെന്ന് എനിക്ക് ജനുവലി തോന്നി തുടങ്ങിയായിരുന്നു. ഓക്കെ. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഫീൽഡ് ഓഫ് വർക്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെൽഫ് ഡൗട്ടും ആങ്സൈറ്റിയും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ അടിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ മടി കിടത്തി ഒന്ന് തലോടാൻ ഒരാൾ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. ആൻഡ് കല്യാണത്തിലോട്ട് ഞാൻ റെഡി ആയിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. 30 മുന്നേ കല്യാണം കഴിക്കണം അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ആരോഗ്യം വേണം. ലവ് മാരേജ് അറേഞ്ച് മാരേജ് എന്തായാലും കുഴപ്പമില്ല എന്നാണോ അതോ അല്ലെങ്കിൽ ഇല്ല, ഒരാളെ കണ്ടുപിടിക്കണം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഒരു നല്ലൊരു ആളെ, ഇത് മനസ്സിലാക്കുന്ന ഒരാളെ, എന്നാൽ സിനിമയിൽ നിന്നല്ലാത്ത ഒരാളെ വേണം എന്നൊരു ആഗ്രഹം. സിനിമ ഇല്ലാത്ത ഒരാളെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നമുക്കൊരു നോർമൽസി വേണ്ടേ ലൈഫിൽ. എപ്പോഴും ഈ പറഞ്ഞ ആക്ടറോ സ്റ്റാറോ ആയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ വരുമ്പോൾ നമ്മളെ നീ എന്താണെന്ന് മറ്റേ പാത്രം കഴുകി വെക്കാത്തതെന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരാളും വേണം. ഗ്രൗണ്ടഡ്നെസ്സും വേണം അല്ലേ. റിയാലിറ്റി ആയിട്ടൊന്ന് ഡിസ്കണക്ട് ആയി പോകും. ഈ പാത്രം കഴുകി വെക്കാൻ ഞാൻ ചോദിക്കുന്നിടത്ത് കുറച്ച് ഓൾഡ് സ്കൂൾ പരിപാടിയായി പോവോ? എന്ത് മറ്റേ പൂമുഖവാദിക്കൽ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഭാര്യ അങ്ങനത്തെ ഒരു സങ്കല്പമാണോ? അച്ചടക്കമുള്ള തിരിച്ചിങ്ങോട്ട് അത് വഴക്ക് പറയാനൊക്കെ ആൾക്കാർ വേണ്ടേ? ഒരു രസമുള്ളൂ. പിന്നെ ഒരു എൻ്റെ ഏറ്റവും വലിയ ഫാനും ഏറ്റവും വലിയ ക്രിറ്റിക്കും എൻ്റെ വൈഫാണ്. ഒരു ഡൗട്ടും ഇല്ല. ഷീസ് മൈ സ്റ്റൈലിസ്റ്റ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ലവർ, മൈ വൈഫ് ആൻഡ് മൈ ബിഗ്ഗസ്റ്റ് ക്രിറ്റിക്. വിക്രമിൻ്റെ വൈഫ് വിക്രമിൻ്റെ എപ്പോഴും പറഞ്ഞു തന്നിട്ട് പറയാറുള്ള കാര്യമാണ്, നിങ്ങളൊക്കെ എന്ത് അഭിനയം കാണിക്കുന്നത്, ലാലേട്ടനെ കണ്ടുപിടിക്കുന്നത് പറയാറെന്ന് പറയുന്നത്. അതുപോലെ വിമർശിക്കും ഭയങ്കരമായിട്ട്. ഉറപ്പായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ചില പടങ്ങളൊക്കെ അവൾ എന്നെ കീറി ഒട്ടിച്ചിട്ടുണ്ട്. ഈയിടെ തേജസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തത്. എൻ്റെ പൊന്നോ, അത് കഴിഞ്ഞപ്പോൾ എന്നെ കീറി ഒട്ടിച്ചു. ഒന്നിനും കൊള്ളില്ലാത്ത മേക്കപ്പ് ആയിരുന്നു, നീയൊക്കെ എന്ത് വൃത്തിയായിട്ട് അഭിനയമാണ് ചെയ്തത്. ഞാൻ മറ്റേ അല്ല, ആ മേക്കപ്പ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. മറ്റേ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും ആള്.